ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ആൻഡ് യെസ്, കുറച്ചു നേരം നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് വേഗം തിരിച്ചു വന്നിട്ട് വേഗം ബുക്ക് എടുത്തേടാ. നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് എഴുതുന്ന ഒരു പവൻ ഗോൾഡ്. നസ്വിനെ ഓക്കെ, ഭയങ്കര സെലിബ്രേഷൻ ആയി പോയി. ഓക്കെ 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 മക്കളെ, വേഗം ബുക്ക് എടുത്തേടാ, വേഗം ബുക്ക് എടുത്തേ, വേഗം ബുക്ക് എടുത്തോളൂ. നമ്മൾ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടിരുന്ന ബുക്ക് വേഗം എടുക്കാം. ഗീവ് ദ ടൈറ്റിൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന ടൈറ്റിൽ കൊടുത്തേ. ബുക്ക് ഓപ്പൺ ചെയ്ത് മിസ് സ്ക്രീനിൽ കാണിപ്പിക്കോട്ടെ മര്യാദക്ക് ബുക്കും നീറ്റ് ആയിട്ടല്ലേ എന്ന്. അതുകൊണ്ട് വേഗം ഇംഗ്ലീഷ് എന്ന ടൈറ്റിൽ കൊടുത്തേ. യെസ്, ഒരാളെ വിളിച്ചോ സാറേ? അതിഥി. ഓക്കെ, അതിഥി അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അതെന്താ അടുത്തിരിക്കുന്നത്? ഒന്നില്ല. ഓക്കെ, അതിഥി കുട്ടി ഇന്ന് എത്രാം തീയതി ആയി? 27. വെരി ഗുഡ് മക്കളെ, ഡേറ്റ് എഴുതണം 27. ഓക്കെ, അതിഥി കുട്ടി സ്കൂൾ തുറക്കാറായല്ലേ? ബാഗ് വാങ്ങിച്ചോ? പുതിയത് എല്ലാം മേടിച്ചു, റെഡിയാണ്, എക്സൈറ്റഡ് ആണ് സ്കൂളിൽ പോവാനായിട്ട്. അമ്പോ, അതിഥിയൊക്കെ അടിപൊളിയാണല്ലേ. മിസ്സൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ മിസ്സിന് മടിയായിരുന്നു പോവാനായിട്ട് അല്ലേ സാറേ? സാറ് പോവേ ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ മക്കളൊക്കെ അടിപൊളിയാണ്, എക്സൈറ്റഡ് ആയിട്ടിരിക്കുക അല്ലേ? അപ്പൊ മക്കളെ, ഇന്നത്തെ ഡേറ്റ് ഇടുക സൈഡില്. അതിഥി പറഞ്ഞ പോലെ 27/5/2026. ആൻഡ് ഡേ എഴുതാട്ടോ, വെനസ്ഡേ. സ്പെല്ലിംഗ് കറക്റ്റ് ആക്കണം മിസ് പറഞ്ഞു. ഡേയുടെ സ്പെല്ലിംഗ് എപ്പോഴും നിങ്ങൾ എല്ലാ ദിവസവും എഴുതണം കേട്ടോ. ഒരാളെ വിളിച്ചേ സാറേ, വെനസ്ഡേയുടെ സ്പെല്ലിംഗ് ചോദിക്കട്ടെ ഒന്ന്. ലിയോൺ പറഞ്ഞോളൂ. ഡിയോണെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേടാ. ഡിയോണെ സ്റ്റക്കായി. ഡിയോണെ യെസ്, ഡിയോണെ വെനസ്ഡേയുടെ സ്പെല്ലിംഗ് എന്താടാ? എസ്സേയാ? എന്തോ പറഞ്ഞു വേടാ മക്കളെ, നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലായി. ഇനി കറക്റ്റ് ആയിട്ട് വേണോട്ട് എഴുതാനായിട്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് വേണം എഴുതാനായിട്ട്. എന്താണ് വെനസ്ഡേയുടെ സ്പെല്ലിങ്? ഓക്കെ, മിസ് സ്ക്രീനിൽ എഴുതാം. ഇതേപോലെ തന്നെയല്ലേ എല്ലാവരും എഴുതിയിരിക്കുന്നതെന്ന് നോക്കാട്ടോ. ഇതേപോലെ തന്നെയല്ലേ എല്ലാവരും എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. യെസ്. ഓക്കെ, യെസ്, നമ്മൾ ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാണേ. ലെറ്റ്സ് മൂവ് ടു ടുഡേയ്സ് ടോപ്പിക്. മക്കളെ, ടുഡേയ്സ് ടോപ്പിക് ഈസ് പ്രിപ്പോസിഷൻ. എന്താണ്? 6th ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പ്രിപ്പോസിഷൻ. ഇതിനു മുന്നേ അഡ്ജക്റ്റീവ്, ആഡ്വർബ് ഒക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പ്രിപ്പോസിഷൻ ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. പ്രിപ്പോസിഷൻ. ഓക്കെ, ഗീവ് ദ ടൈറ്റിൽ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ഒന്ന് എഴുതിയെടുത്തേ, വേറെ ഒന്നും എഴുതണ്ട കേട്ടോ. ഓൺലി ഗീവ് ദ ടൈറ്റിൽ പ്രിപ്പോസിഷൻ. ആൻഡ് ഇവിടെ നോക്കൂ, ആരാണ് സാറേ വൈഷ്ണവ് സാറിനെ അന്വേഷിക്കുന്നത്? ആദിലോ? അഖിലേഷേ? മുത്തായിരുന്നോ? ആരാണ്? അഖിലേഷാണോ വൈഷ്ണവ് സാറിന്റെ മുത്തായിരുന്നത്? ഓക്കെ, സാറിനോട് പറയാട്ടെ അഖിലേഷ് അന്വേഷിച്ചെന്ന്. ഓക്കെ, സാറ് വരും. ഓക്കെ, സെറ്റ്. ഓക്കെ മക്കളെ, നോക്കിക്കോട്ടോ. പ്രിപ്പോസിഷൻ ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് മിസ് ഇവിടെ എഴുതുന്ന ഒരു സെന്റൻസ് നോക്കിക്കോട്ടോ. ഇവിടെ എഴുതുന്ന ഒരു സെന്റൻസ് എല്ലാവരും ലിസൺ ചെയ്യണേ. യെസ്, എല്ലാവരും ലിസൺ ചെയ്യണേ. നോക്കിക്കോ. ദ ബുക്ക് ഈസ് ദ ടേബിൾ. ഇതൊന്ന് വായിച്ചു നോക്കിയേ. ദ ബുക്ക് ഈസ് ദ ടേബിൾ. മിസ് ഉദ്ദേശിച്ചത് പറയാനായിട്ട്, മിസ്സിന്റെ കയ്യിൽ ഇവിടെ ഒരു ബുക്ക് ഉണ്ടേ. മിസ് ഉദ്ദേശിച്ചത് മിസ്സിന്റെ ഈ ടേബിളില് മിസ് ഈ ബുക്ക് വെക്കുവാണ്. ഓക്കെ, ടേബിളിന്റെ മുകളിൽ മിസ് ഈ ബുക്ക് വെച്ചു. ഓക്കെ, എന്റെ മിസ് പറയാൻ ഉദ്ദേശിച്ചത് ടേബിളിന്റെ മുകളിൽ ബുക്ക് ഉണ്ടെന്നാണ്. ഓക്കെ, ടേബിളിന്റെ മുകളിൽ ബുക്ക് ഉണ്ടെന്നാണ്. പക്ഷെ മിസ് എഴുതിയിരിക്കുന്നത് ദ ബുക്ക് ഈസ് ദ ടേബിൾ എന്നാണ്. എന്താണ് അതിനൊരു മിസ്റ്റേക്ക്? ഒരു വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ മിസ് ഉദ്ദേശിച്ച മീനിങ് കിട്ടും. എന്താണ് ആ വേർഡ്? ഒരാളെ വിളിച്ചു സാറേ. റൈസ് ഹാൻഡ് ചെയ്തിരിക്കുന്ന ഒരാളെ വിളിച്ചോളൂ. യെസ്, ഇമ്മാനുവൽ കൂട്ടാ. ഇമ്മാനുവലെ, എന്താണ് മിസ് എഴുതിയിരിക്കുന്നതിൽ വിട്ടുപോയ വേർഡ് ഏതാണ്? ഓൺ. എവിടെ ചേർക്കണം ഓൺ? ഒന്നാ സെന്റൻസ് കംപ്ലീറ്റ് പറഞ്ഞേ.
is on the table. ഓക്കെ, താങ്ക് യു ഇമ്മാനുവൽ. എടാ മക്കളെ നോക്കി, ഇമ്മാനുവൽ ആണ് മിസ്സിനെ ഹെൽപ്പ് ചെയ്തത്. നോക്കിയേ, മിസ് അവിടെ ഒരു ഓൺ എഴുതാൻ മറന്നുപോയി. അപ്പൊ ഇമ്മാനുവൽ മിസ്സിനോട് പറഞ്ഞു, മിസ്സേ ബുക്ക് ടേബിളിന്റെ മുകളിലാണെന്ന് മീനിങ് വരണമെങ്കിൽ മിസ് എന്ത് കൂടി ചേർക്കണം? ഓൺ എന്ന് ചേർക്കണം മിസ്സേ എന്ന് പറഞ്ഞു. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കിയടാ, മീനിങ് കറക്റ്റ് അല്ലേ? ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. അതായത് ഒരു സാധനം, ഒരു നൗണിന്റെ പൊസിഷൻ നമുക്ക് കിട്ടി. അത് എവിടെയാ ഇരിക്കണേന്നുള്ള പൊസിഷൻ നമുക്ക് കിട്ടി. എന്താ നമുക്ക് കിട്ടിയത്? പൊസിഷൻ നമുക്ക് കിട്ടി. ഇങ്ങനെ പൊസിഷൻ നമ്മളെ മനസ്സിലാക്കി തരാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിപ്പൊസിഷൻ. ആ വാക്കിൽ തന്നെ അതുണ്ട്, പ്രിപ്പൊസിഷൻ. ഓക്കെ ആണോ? പ്രിപ്പൊസിഷൻ. ഒന്നുകൂടി മിസ് വേണമെങ്കിൽ ഒന്നും കൂടി മനസ്സിലാക്കി തരാം. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ അല്ലേ മിസ് പറഞ്ഞത്? ദ ബുക്ക് ഈസ് ഇൻ ദ ടേബിൾ എന്നായപ്പോ മിസ് ഒരൊറ്റ വേർഡേ മാറ്റിയുള്ളൂ. പക്ഷേ അവിടെ ബുക്കിന്റെ പൊസിഷൻ മാറി. ഇൻ യൂസ് ചെയ്തപ്പോ ഒരാളെ വിളിച്ചോ സാറേ? ആന്റോണേ. യെസ് ആന്റോൺ കുട്ട, ഗുഡ് മോർണിംഗ്. ആ ആന്റോണേ, മിസ് ഇവിടെ ഇന്ന് യൂസ് ചെയ്തപ്പോ ബുക്കിന്റെ പൊസിഷൻ മാറി. ഇപ്പൊ ബുക്ക് എവിടെ ഇരിക്കുന്നേ? ടേബിളിന്റെ ഉള്ളില്. വെരി ഗുഡ്. ഇന്ന് വന്നപ്പോ എന്താണ്? പൊസിഷൻ മാറി, ടേബിളിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്തൊരാളെ വിളിച്ചോ സാറേ? ഡിയോണ കുട്ടി, പേടിക്കണ്ട. ഓക്കെ ഡിയോണ കുട്ടി, ഗുഡ് മോർണിംഗ്. ആ നോക്കിയടാ, മിസ് അടുത്തൊരു വേർഡ് യൂസ് ചെയ്ത് ദ ബുക്ക് ഈസ് അണ്ടർ ദ ടേബിൾ. ഇപ്പൊ ബുക്ക് എവിടെ ഇരിക്കണേ? അടിയില്. വെരി ഗുഡ്. അപ്പൊ മക്കള് മനസ്സിലായില്ലേ? ഇങ്ങനെ പൊസിഷൻ മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, പൊസിഷൻ നമ്മളെ കാണിച്ചു തരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്? ഈ ഓണും ഇന്നും അണ്ടറും അറ്റും ഇതൊക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ വേർഡ് ദാറ്റ് ഷോസ് ദ പൊസിഷൻ or relation of a noun or pronoun. ഒരു നൗണിന്റെ പൊസിഷൻ അല്ലെങ്കിൽ റിലേഷൻ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടിയിലാണോ മുകളിലാണോ പുറകിലാണോ എന്നൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത്. മക്കളെ ഇത് മക്കൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ എഡിറ്റിംഗിൽ അവരെപ്പോഴും എന്ത് ചെയ്യും? ഓൺ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അവരെന്ത് ഉപയോഗിക്കും? ഇൻ ഉപയോഗിക്കും. എന്നിട്ട് നിങ്ങളോട് പറയും എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എവിടെയാണ് ഓൺ ഉപയോഗിക്കേണ്ടേ, എവിടെയാണ് ഇൻ ഉപയോഗിക്കേണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പ്രിപ്പൊസിഷൻ. ഓക്കെ ആണേ? ഓക്കെ ആണല്ലോ. പൊസിഷൻ അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രിപ്പൊസിഷൻ. സെറ്റ് ആണെങ്കിൽ മിസ്സിനൊന്ന് തംസ് അപ്പ് നേടാ. സെറ്റ് ആണെങ്കിൽ ഓൾ സെറ്റ്. യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബുക്കില് പ്രിപ്പൊസിഷൻ എഴുതിയിരിക്കുന്നതിന്റെ അടിയിലായിട്ട് ഈ ഡെഫിനിഷൻ എഴുതിയെടുത്തോളൂ. എന്താണ് പ്രിപ്പൊസിഷൻ എഴുതിയടാ? എ വേർഡ് ദാറ്റ് ഷോസ് ദ പൊസിഷൻ ഓർ റിലേഷൻ ഓഫ് എ നൗൺ ഓർ പ്രൊനൗൺ. A word that shows the position. കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ എഴുതിയില്ല മിസ്സേ, നോട്ട് എഴുതിയില്ല എന്ന് പറഞ്ഞവരൊക്കെ കൃത്യമായിട്ട് എഴുതിയേ. A word that shows the position or relation of a noun or pronoun. എന്റെ മിസ് അവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അതുകൂടി എഴുതിക്കോ. ഇന്ന്, ഓണ്, അണ്ടർ, ബിറ്റ്വീൻ, ഇതേപോലെ കുറെ വരോട്ട പ്രിപ്പൊസിഷൻ. അറ്റ് വരും, ബിഹൈൻഡ് വരും, കുറെ ഉണ്ടട്ടോ പ്രിപ്പൊസിഷൻ. മിസ് ഇപ്പൊ ഇത്രയും ഇവിടെ എഴുതുന്നുള്ളൂ, എക്സെട്രാ ഇട്ടാ മതി. എന്നിട്ട് ഈ ഒരു സെന്റൻസ് കൂടി എഴുതിയെടുത്തിട്ട് ഓൺ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓൺ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. The book is on the table. Yes, കഴിഞ്ഞോടാ മക്കളെ? വിളിച്ചേ സാറേ?
സാവിയ കുട്ടാ, യെസ് സാവിയ കുട്ടാ. ആ സാവിയോന്റെ അടുത്തിരിക്കുന്ന ഇതേപോലെ ഒരു സാധനം, ഒരു നൗണ്. ഓക്കെ യെസ്, അങ്ങനെ ഒരു നൗൺ എടുത്തേടാ. എന്താണ്? വാട്ടർ ബോട്ടിലാണോ അത്? എന്താണത്? ആ വാട്ടർ ബോട്ടിൽ. ആ ജഗ്ഗാണ്. ഇത്രയും വലിയ ഇതിലാണോ വെള്ളം കുടിക്കണേ? ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. ഓക്കെ, ഇത് സാധാരണയായിട്ട് നമ്മൾ ബാഗിലല്ലേ വെക്കാറുള്ളത്. അപ്പൊ മോൻ എങ്ങനെ പറയും? ഒഞ്ചമ്മേ അടിപൊളി. ദ വാട്ടർ ബോട്ടിൽ ഈസ് ഇൻ ദ ബാഗ് എന്നാണ് പറയുന്നത്. ഉള്ളിൽ വെക്കുമ്പോ നമ്മൾ എന്താ പറയണ്ടേ? ഇൻ ദ ബാഗ് എന്നാണ് പറയുന്നത്. ഇപ്പൊ മോൻ ടേബിളിലല്ലേ വെച്ചിരിക്കുന്നേ, അപ്പൊ എന്താ പറയണ്ടേ? ഓ മൈ ഗോഡ്, ദ വാട്ടർ ബോട്ടിൽ ഈസ് ഓൺ ദ ടേബിൾ. അടിപൊളി പിള്ളേര്, സെറ്റ് സെറ്റ്. അപ്പൊ മക്കളെ, ചിലവർക്ക് അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, മിസ് അതെന്താ ഓൺ ഉപയോഗിച്ചേ, അതെന്താ ഇൻ ഉപയോഗിച്ചേ എന്നൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ മിസ് കൃത്യമായിട്ട് ഓണും ഇന്നും ഒക്കെ ഉപയോഗിക്കുന്നത് മിസ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, പറഞ്ഞു തരാം. ഇത്രയും എഴുതിയെടുത്തോ? ഇത്രയും എഴുതിയെടുത്തോ? എഴുതിയെടുത്തല്ലോ. യെസ്, എഴുതിയെടുത്തെങ്കിൽ നമുക്ക് ഇവർക്കൊരു ബ്രേക്ക് കൊടുത്താലോ സാറേ? ബ്രേക്കിന് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാമോ? ഒരാളെ വിളിച്ചേ സാറേ. അനന്തകൃഷ്ണൻ അൺമ്യൂട്ട് ചെയ്തോളൂ. ആ അനന്തകൃഷ്ണ, നമ്മൾ എന്താ ഇന്ന് പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്? ടൈറ്റിൽ എന്തായിരുന്നു? വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. അത്രേ ഉള്ളൂ. അടുത്തൊരാളെ വിളിച്ചോ സാറേ. ക്രിസ്. ആ പേര് കേട്ടാ, ക്രിസേ. ആ ക്രിസേ, എപ്പോഴാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്തിനാ ഉപയോഗിക്കണേ? പ്രിപ്പോസിഷൻ നമ്മള് ക്രിസേ പേര് മാത്രം അടിപൊളിയായ പറയാ, പഠിച്ചില്ലേ? കേട്ടില്ലേ? ശ്രദ്ധിച്ചിരിക്കാട്ടോ. നമ്മള് ഒരു കാര്യത്തിന്റെ പൊസിഷൻ അറിയാനും അല്ലെങ്കിൽ നൗൺ ആയിട്ടുള്ള റിലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. യെസ്, പൊസിഷൻ. വെരി ഗുഡ്. യെസ്, അതിൽ കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മിസ് കുറച്ച് പ്രിപ്പോസിഷൻ, മക്കളെ ഒരുപാട് പ്രിപ്പോസിഷൻ ഉണ്ട്, എല്ലാം മിസ് പറയുന്നില്ല. മിസ് ഒരു 3 പ്രിപ്പോസിഷൻ പറയാം, അതിന്റെ യൂസും പറയാം, 3 എണ്ണത്തിന്റെ മാത്രം. ഓക്കെ ആണേ? ഓക്കെ ആണേ? ആദ്യം തന്നെ മിസ്സിന്റെ പുറകിൽ ആരാന്ന് നോക്കിയടാ. ആരാണ്? നമ്മുടെ ഒരു ക്യാറ്റ്. അതേതാ? ഒരു പൂച്ച. യെസ്, എടാ ഒരു ക്യാറ്റ് കണ്ടാടാ, ഒരു ബോക്സിന്റെ ഉള്ളിൽ അല്ലെ? ഒരു ക്യാറ്റ് എവിടെന്നാ നോക്കണേ? ഒരു ബോക്സിന്റെ ഉള്ളിൽ ഒരു ക്യാറ്റ് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്തിന്റെയെങ്കിലും ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇൻസൈഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇൻസൈഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മള് ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. മിസ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, മക്കളെ നിന്റെ പെൻ എവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയണ്ടേ? മൈ പെൻ ഈസ് ഇൻ ദ ബോക്സ് ഓർ മൈ പെൻ ഈസ് ഇൻ ദ പൗച്ച് എന്നാണ് പറയേണ്ടത്. ഇൻ പറയുന്നത് നമ്മള് ഇൻസൈഡ് ആണെന്ന് പറയാനാണ്. നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാന്ന് തോന്നുന്നു ഇൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇന്നിന്റെ ആദ്യത്തെ യൂസേജ് ഉള്ളിലാണ് എന്ന് പറയാനാണ്, ഇൻസൈഡ് ആണ് എന്ന് പറയാനാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾ ഒരു കീ വെച്ചിരിക്കുകയാണേ. അപ്പൊ മിസ് ചോദിക്കുകയാണ്, എടാ ആ കീ എവിടെടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളോട് ചോദിക്കാം സാറേ നമുക്ക്. ആഹാ, എനിക്ക് വിളിക്കാൻ പറ്റിയ പേര് MQ201 മോളെ. എടാ അങ്ങനെയാണോ? പേര് റീനെയിം ചെയ്യാൻ മിസ് പറഞ്ഞില്ലേ? അതെ തന്നെ മോനെ, പേര് റീനെയിം ചെയ്യടാ. MQ201. മക്കളെ അവിടെ ഒരു അൺമ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ബാക്കിൽ കലണ്ടർ ഒക്കെ ഉള്ള ഒരു കുട്ടീനോടാണ് മിസ് ചോദിക്കണേ. ഇങ്ങനെ പറയാൻ കാരണം എന്താ? കുട്ടിക്ക് മനസ്സിലായി സാറേ. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? പേരില്ല. അപ്പൊ മിസ് എങ്ങനെ വിളിക്കും ആ കുട്ടീനെ? ഇല്ല. അടുത്തൊരാളെ വിളിച്ചോ സാറേ. കാർത്തിക കുട്ടി. യെസ്, കാർത്തിക കുട്ടി. അപ്പൊ മിസ് ചോദിക്കുവാണേ, കാർത്തിക വേർ ഈസ് ദ കീ? വെരി ഗുഡ്, ഇറ്റ് ഈസ് ഇൻ മൈ പോക്കറ്റ്. ഇൻ മൈ പോക്കറ്റ്. ഇന്നാണ് അവിടെ കാർത്തിക കുട്ടി യൂസ് ചെയ്തത്. കാരണം
ഉള്ളിൽ എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണേ? ഉള്ളിൽ എന്ന് പറയാനായിട്ട് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ ഒന്ന് എഴുതിയെടുക്കുക. എല്ലാവരും പ്രിപ്പോസിഷന്റെ അടിയിൽ നിങ്ങൾ ഇതൊക്കെ എഴുതി, ഡെഫിനേഷൻ ഒക്കെ എഴുതി. ഇനി ഇന്നെന്ന് ഒന്നാമത്തെ പ്രിപ്പോസിഷൻ ആയിട്ട് ഒന്ന് ഇന്നെന്ന് കൊടുത്തേടാ. ഇന്നെന്ന് കൊടുത്തേ, ഇമ്പോർട്ടന്റ് ആണേ, അടുത്ത എക്സാമിന് ഉണ്ടാവുന്നതാണ്. വേഗം നോക്കുക, ഇന്നെന്ന് കൊടുക്കുക. എന്നിട്ട് എവിടെ ഉപയോഗിക്കുന്നു നോക്കിയേ? യൂസ്ഡ് ടു ഡിനോട്ട് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ഇൻസൈഡ്. എന്തെങ്കിലും ഇൻസൈഡ് ആണെന്ന് പറയാനായിട്ടാണ് നമ്മള് ഇന്നെന്ന് പറയുന്നത്. എന്നിട്ട് ആ ഇൻസൈഡ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇൻസൈഡ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അതിൽ മെയിൻ പോയിന്റ് ഇൻസൈഡ് ആണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണേ? യെസ്. അടുത്തത് ഇന്നെല്ലാവരും എഴുതി കഴിഞ്ഞോ? യൂസ്ഡ് ടു ഡിനോട്ട് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ഇൻസൈഡ്. ഈ ഉള്ളിലാണെന്ന് പറയാനായിട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അടുത്തത് നോക്കിക്കോ മക്കളെ, അടുത്തത് നോക്കിക്കോ. ഒരാളെ വിളിച്ചു സാർ ആദ്യം തന്നെ. യെസ്, പി കാർത്തിക. കാർത്തിക കുട്ടി, കാർത്തിക കുട്ടി കേൾക്കുന്നില്ലേ? കേട്ടു. അൺമ്യൂട്ട് ചെയ്യൂ. ആ പി കാർത്തിക, ആ അൺമ്യൂട്ട് ചെയ്തോ. ആ പേടിക്കണ്ട. കാർത്തിക കുട്ടിയുടെ ബർത്ത്ഡേ ഏത് മാസോടാ? സാറെ കൃതിക എന്നാ. സോറി അതാണ് കേട്ടിട്ടും. ഓക്കെ, കൃതിക കുട്ടി. ഓക്കെ, സോറിടാ. കൃതിക കുട്ടിയുടെ ബർത്ത്ഡേ ഏത് മാസോടാ? ഓഗസ്റ്റ്. ഓക്കെ, അപ്പൊ കൃതിക കുട്ടി പറയുവാണേ, ഐ വാസ് ബോൺ ഡാഷ് ഓഗസ്റ്റ്. ഞാൻ ഓഗസ്റ്റിലാണ് ജനിച്ചത് എന്ന് പറയുമ്പോ അവിടെ ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? മനസ്സിലായില്ല. മിസ് ഇപ്പൊ പറഞ്ഞുതരാം. നമ്മള് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. മ്യൂട്ട് ചെയ്ത് ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. നമ്മള് മന്ത് പറയുമ്പോഴും ഇയർ പറയുമ്പോഴും, മന്ത് പറയുമ്പോഴും ഇയർ പറയുമ്പോഴും അതിനു മുന്നേ യൂസ് ചെയ്യേണ്ടത് ഇന്നാണ്. എന്തൊക്കെ പറയുമ്പോ? മന്ത് പറയുമ്പോഴും ഇയർ പറയുമ്പോഴും അതിനു മുന്നേ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇന്നാണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഇന്നിനെ കുറിച്ച് ഓർത്ത് വെക്കുക. നിങ്ങളുടെ എഡിറ്റിങ്ങിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്, മന്തിന്റെ ഒക്കെ മുന്നിൽ എന്ത് വരും? മന്തിന്റെ ഒക്കെ മുന്നിൽ അവര് ഓൺ ഇട്ട് തരും. അപ്പൊ അത് തെറ്റാണ്. ഓൺ അല്ല മന്തിന്റെ മുന്നിൽ യൂസ് ചെയ്യേണ്ടേ, ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനിച്ചു എന്ന് പറയുമ്പോ, ഇന്ന മാസമാണ് ജനിച്ചതെന്ന് പറയുമ്പോ എങ്ങനെയാ പറയണ്ടേ? ഐ വാസ് ബോൺ ഇൻ, ഞാൻ ജനിച്ചത് ജൂലൈയിലാണ്. അപ്പൊ മിസ് എഴുതുവാണ് ഐ വാസ് ബോൺ ഇൻ ജൂലൈ. ഇവിടെ മിസ് ഏതാ യൂസ് ചെയ്തിരിക്കുന്നത്? ഇൻ ജൂലൈ എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ ജൂലൈ. ഓക്കെ, കാരണം അടുത്ത വേർഡ് മന്ത് ആണ്. മന്തിന്റെ മുൻപിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടേ? ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾ ഇയർ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടേ? ഇയറിന്റെ മുന്നിലും ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയേ, ഗാന്ധിജി വാസ് ബോൺ ഇൻ 1869. അവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? ഇന്നാണ്. സോ മന്തിന്റെയും ഇയറിന്റെയും മുന്നിൽ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. യെസ്. അടുത്തൊരാളെ വിളിച്ചോ സാറേ. ശ്രീലക്ഷ്മി ടി ആർ. ശ്രീലക്ഷ്മി കുട്ടി, ഗുഡ് മോർണിംഗ്. അപ്പൊ ശ്രീലക്ഷ്മി ഏത് മാസമാണ് ജനിച്ചെന്നുള്ളതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. I was born in September. I was born in September. വെരി ഗുഡ്. ഇനി ഇത് മറക്കരുത് കേട്ടോ. യെസ്. അടുത്തൊരാളെ വിളിച്ചേ സാറേ. ഗൗരിക്കുട്ടി. യെസ്, ഗൗരിക്കുട്ടി. ഗൗരിക്കുട്ടി ഏത് ഇയർ ആണ് ജനിച്ചതെന്നൊന്ന് പറഞ്ഞേടാ. ഇതേപോലെ I was born in 2014. വെരി ഗുഡ്. ഐ വാസ് ബോൺ ഇന്ന് ചേർത്തു. അടിപൊളി. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. യെസ്. ഓക്കെ, ജനിച്ചത്. ഓക്കെ, ജൂലൈയിലൊക്കെ ജനിച്ച ഒരുപാട് പേരുണ്ട്. അടിപൊളി അടിപൊളി. യെസ് മക്കളെ, അപ്പൊ മന്തിന്റെ മുന്നിലും ഇയറിന്റെ മുന്നിലും എന്താ യൂസ് ചെയ്യണ്ടേ? ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എഡിറ്റിങ്ങിലൊക്കെ ഇത് എപ്പോഴും അവർ തെറ്റിച്ച് തരും കേട്ടോ. എഡിറ്റിങ്ങിൽ തെറ്റിച്ച് തരും, ഓണൊക്കെ തരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? മക്കൾ ഇത് പഠിച്ചതാണ്. വേഗം ഓണല്ല, അവിടെ എന്താണ് ഇന്ന് യൂസ് ചെയ്യണം എന്ന് എഴുതണം കേട്ടോ.
സെറ്റ് ആണ്. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിൽ മക്കള് ഇന്ന് യൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി. വേഗം ഇതൊന്ന് എഴുതിയെടുത്തോ കേട്ടോ, വേഗം ഇതൊന്ന് എഴുതിയെടുത്തോ. ഇത് എഴുതിയാൽ മതി. ഇൻ ഫ്രണ്ട് ഓഫ് മന്ത് ആൻഡ് ഇയർ, ഇൻ ഫ്രണ്ട് ഓഫ് മന്ത് ആൻഡ് ഇയർ, ഇൻ ഫ്രണ്ട് ഓഫ് മന്ത് ആൻഡ് ഇയർ. ഇൻ ഫ്രണ്ട് ഓഫ് മീൻസ് എന്താണ്? മുൻപിൽ. എന്തിന്റെ മുൻപിൽ? മന്തിന്റെയും ഇയറിന്റെയും മുൻപിൽ. ഇൻ ഫ്രണ്ട് ഓഫ് മന്ത് ആൻഡ് ഇയർ. എഴുതി കഴിഞ്ഞല്ലോ. എക്സാമ്പിൾ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ജനിച്ച മാസം എഴുതിക്കോ കേട്ടോ. ഐ വാസ് ബോൺ ഇൻ എന്നിട്ട് നിങ്ങളുടെ മാസം എഴുതിക്കോ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ നിങ്ങളുടെ തന്നെ സ്വന്തം എക്സാമ്പിൾ ആണ് കേട്ടോ അത്. ഐ വാസ് ബോൺ ഇൻ ഏതാണ് മന്ത് എന്ന് വെച്ചാൽ ആ മാസം എഴുതാം കേട്ടോ. ഐ വാസ് ബോൺ ഇൻ ഡിസംബർ. ഓക്കെ, ജൂലൈ. ഓക്കെ സെറ്റ്. ജൂലൈയിൽ ജനിച്ചവരൊക്കെ ഉണ്ട്. മിസ് ഞാൻ 2014 ആണ്. മിസ് 2014 അല്ല, അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു 2014 ആണ്. ഓക്കെ മിസ്, വിച്ച് ഡേ ഈസ് യുവർ ബർത്ത്ഡേ? ജൂലൈ 6th. ആരെങ്കിലും ഉണ്ടാടാ ജൂലൈ 6th? എന്താ എന്റെ ട്വിൻ ആയിട്ട് ആരെങ്കിലും ഉണ്ടാടാ? ഇല്ല, ആരുമില്ല. ആ നല്ല ദിവസം ആരുമില്ല. ദേ പ്രണവിനെ ഒന്ന് വിളിച്ച സാറേ. പ്രണവ് ഇനി കഴിഞ്ഞിട്ട് ഇല്ലല്ല, പ്രണവ് പോയി. ഈ റൈസ് ആൻഡ് ചെയ്തവരൊക്കെ കഴിഞ്ഞിട്ട് റൈസ് ആൻഡ് ചെയ്തിരിക്കണല്ലേ? അതെ. ഓക്കെ. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ കൂടി ജൂലൈ 6th ജനിച്ചവരാണെന്ന്. ഓക്കെ. ജൂലൈ 24 ആണ്. ഓക്കെ, എഴുതിയാ നോക്കിയ സാറേ. ജൂ കഴിഞ്ഞിട്ട് ഒരു ഐയുടെ ഇത് കണ്ണ് ജൂൺ ഐ 24. വെരി ക്രിയേറ്റീവ് നസ്വിൻ. ഓക്കെ. അപ്പൊ ബർത്ത്ഡേ ഒക്കെ എല്ലാവരും പറഞ്ഞു, സെറ്റ് ആണ്. മാസമാണെങ്കിലും സാർ എന്നാന്ന് സാറൊന്ന് പറഞ്ഞു കൊടുത്തോ. ഓ സാറിന് പേടി എന്നാ പറയണ്ടോ? സാറ് പറയണില്ല, പറയണ്ടോ? ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മാസത്തിലാണ്. ചിരിച്ച തമാശ. വാ അതേ കൈയടിക്കുന്നു. വാ സൂപ്പർ, അടിപൊളി. ഓക്കെ, താങ്ക് യു. അപ്പൊ മക്കളെ, ഇന്ന് നമ്മള് പറഞ്ഞു ഏകദേശം നമ്മൾ ഇനി ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം. പക്ഷെ നമ്മള് 2 സ്ഥലം നമ്മളിപ്പോ പഠിച്ചു അല്ലേ? ഉള്ളിൽ എന്ന് പറയാനും മാസത്തിന്റെയും ഇയറിന്റെയും മുന്നിൽ ഇന്ന് നമ്മൾ പഠിച്ചു. അടുത്തത് അപ്പൊ ദേ വരുന്നു നമ്മുടെ ഓണ്. ഇന്ന് പഠിച്ച ഉറപ്പായിട്ടും ആരെ പഠിക്കണം? ഓണിനെ പഠിക്കണം. ഓക്കെ, പേടിക്കണ്ട. 3 പേരെ പഠിപ്പിക്കുന്നുള്ളൂ. ഇന്നിനെയും ഓണിനെയും അറ്റിനെയും മാത്രം മിസ് പഠിപ്പിക്കുന്നുള്ളൂ. ഓൺ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മിസ് നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ എന്ന് പറയാൻ സമയത്ത് നമ്മൾ ഓൺ ഉപയോഗിക്കും. ഓക്കെ ആണോ? മുകളിൽ എന്ന് പറയുന്ന നേരത്ത് ഓൺ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ സർഫേസ് ഓഫ് സംതിങ്. സർഫേസ് എന്ന് വെച്ചാൽ എന്താണ്? ഉപരിതലം. മുകളിൽ ആലോചിച്ചാൽ മതി കേട്ടോ. മുകളിൽ. ഓൺ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മുകളിൽ എന്ന് പറയാനായിട്ടാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മിസ് നേരത്തെ കാണിച്ച പോലെ ഒരു ബുക്ക് മിസ് ഇവിടെ ടേബിളിന്റെ പുറകിൽ വെച്ചു, അല്ലെങ്കിൽ മിസ്സിന്റെ പുറകിലുള്ള പിക്ചറിൽ ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ എന്താണ് അത്? ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ? ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് എഴുതിയെടുത്തോ, പ്രത്യേകിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. മുകളിൽ എന്ന് പറയാനാണ്. ഓൺ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ സർഫേസ് ഓഫ് സംതിങ്. സർഫേസ് എന്ന് വെച്ചാൽ ഉപരിതലം, മുകളിൽ. എഴുതിയെടുത്തോളൂ. അതിഥി കുട്ടി ഇവിടെ നോക്കിയിരിക്കുന്ന എന്തിങ്ങനെ എഴുതല്ലേ? എഴുതൂ. യെസ്, ഓൺ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ സർഫേസ് ഓഫ് സംതിങ്. എന്തിന്റെങ്കിലും മുകളിൽ എന്ന് പറയാനായിട്ട്. ഓക്കെ മക്കളെ, കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഐ വാണ്ട് ടു സീ ദ സാറിനൊക്കെ. സാറിന് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല അല്ലേ സാറേ? സാറിന് നാണോണൊന്ന്. റെഡി? ഓ, സാറിന് മേക്കപ്പ് ഇട്ടിട്ടില്ല. അത് ഫുൾ ടൈം മേക്കപ്പ് ആണ് മക്കളെ. രാവിലെ ഇട്ട് വന്നതാ, പക്ഷെ മഴയായിരുന്നു. മഴയത്ത് പോയി, എല്ലാം പോയി. ഓക്കെ,
എന്തിനാ പിള്ളേരെ വിളിക്കണേ? ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. മക്കളെ ഓൺ മനസ്സിലായാലും എന്തിനേലും മുകളിലാണെന്ന് പറയാൻ അടുത്തൊരാളെ വിളിച്ചോ സാറേ. യെസ്, ആരാധ്യ കുട്ടി. ആരാധ്യ, അയ്യോ എന്താണ് മിസ്? ഓക്കെ, ആരാധ്യ കുട്ടിയുടെ ഇപ്പൊ ഇരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ, അവിടെ ടേബിളിലാണ് ആരാധ്യ ബുക്ക് വെച്ചിരിക്കുന്നത്. ബുക്ക് അല്ലാതെ എന്തെങ്കിലും ഒരു സാധനം ടേബിളിൽ ഉണ്ടെങ്കിൽ അത് ടേബിളിന്റെ മുകളിൽ ഉണ്ട് എന്നൊന്ന് പറയാമോ? എന്താണ്? വെരി ഗുഡ്, മൈ ബോക്സ് ഈസ് ഓൺ ദ ടേബിൾ. അടിപൊളിയാണേ. മുകളിൽ എന്ന് പറയാനായിട്ട് നമ്മള് ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. ഉള്ളിലെന്ന് പറയാൻ മാസത്തിന്റെയും വർഷത്തിന്റെയും മുൻപില്. അതേപോലെ തന്നെ യെസ്, മൈ പെൻ ഈസ് ഓൺ ദ ടേബിൾ. കറക്റ്റ് ആണ്. നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടേബിളിന്റെ മുകളിൽ ഉണ്ടാവും. അപ്പൊ അത് ഓൺ ദ ടേബിൾ വെച്ച് വേണം പറയാൻ. ഇനി ഒരു സ്ഥലത്ത് കൂടി ഓൺ ഉപയോഗിക്കാം മക്കളെ. വേഗം അതുകൂടി ഒന്ന് നോക്കാം കേട്ടോ. എന്താണ്? നമ്മൾ ഡേറ്റും ഡേയും പറയില്ലേടാ. ഇന്ന് നമ്മള് ഇയർ ആണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ മന്ത് ആണ് പറയുന്നത്. പക്ഷെ ഓണ് നമ്മൾ ഡേറ്റും ഡേയും പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ മിസ് ഇവിടെ പറയാണ്, മിസ്സിന്റെ ജനിച്ചത് എന്ന് പറയാം. എടാ നിങ്ങൾക്കറിയോ നിങ്ങൾ ഏത് ഡേയാ ജനിച്ചെന്ന്? ഡേറ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. ഡേ അറിയോടാ ആർക്കെങ്കിലും? ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? ചോദിച്ചേണ്ടാ? ഐ വാസ് ബോൺ ഓൺ വെനസ്ഡേ. മിസ് വെനസ്ഡേയിലാ ജനിച്ചേ കേട്ടോ. ഇന്നൊരു വെനസ്ഡേ അല്ലേ സാറേ? വാട്ട് എ കോയിൻസിഡൻസ്. ഓ മൈ ഗോഡ്. ഇത് ആഘോഷിക്കണം മക്കളെ. ഐ വാസ് ബോൺ ഓൺ വെനസ്ഡേ. ഓക്കെ, മിസ് വെനസ്ഡേ ആണ് ജനിച്ചത്. അപ്പൊ ഡേ പറയുന്നതിന് മുന്നിൽ എന്താണ്? ഓൺ ഉപയോഗിക്കണം. ഇനി അതല്ല ഡേറ്റ് ആണ് പറയുന്നതെങ്കിൽ അപ്പോഴും എന്തുപയോഗിക്കണം? ഓൺ ഉപയോഗിക്കണം. ഡേയും ഡേറ്റിന്റെയും മുന്നിൽ ഓൺ ഉപയോഗിക്കണം. ഒരാളെ വിളിച്ചോ സാറേ. ശ്രദ്ധ കുട്ടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രദ്ധ കുട്ടി. ശ്രദ്ധ കുട്ടി ഏത് ഡേയാ ജനിച്ചേന്ന് അറിയോ? അറിയില്ല? അറിയില്ല. ഡേറ്റ് അറിയോ? ബർത്ത്ഡേ എന്നാ? പിറന്നാളാണോ പറയണേ? ബർത്ത് ഡേറ്റ് ഉണ്ടാവില്ലേ ഒരു ഡേറ്റ്? മാറിപ്പോവാറുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇന്ന് ചോദിച്ച് ക്ലിയർ ആക്കണം കേട്ടോ. അമ്മേനോട് ചോദിക്കണേ, അമ്മയെ ഞാൻ ഏത് ദിവസമാണ് ജനിച്ചത്, ഏത് ഡേറ്റിലാ ജനിച്ചതെന്നൊക്കെ ചോദിക്കണം. അടുത്തൊരാളെ വിളിച്ചേ സാറേ. സീതാ വി എം. മുടിയൊക്കെ കെട്ടാൻ പോവാ, വേഗം പറഞ്ഞോ. സീതക്കുട്ടി. സീതാ വി എം എന്ന് പറയുന്ന മോന്റെ പേര് തന്നെയാണോ? അല്ലേ? എടാ ഇപ്പൊ മിസ് ഇപ്പൊ എത്ര പ്രാവശ്യം സീതക്കുട്ടി എന്ന് വിളിച്ചു. അപ്പൊ ആരാ വിളി കേട്ടെ അവിടുന്ന്? ചിരിക്കണു. അപ്പൊ എന്താ അമ്മയുടെ പേര് മാറ്റി മോന്റെ പേരെന്താ? ഓക്കെ, ഇടാ. മോന്റെ പേരെന്താ? അപ്പൊ നിവേദ്യയുടെ ബർത്ത്ഡേ എന്നാടാ? അപ്പൊ എങ്ങനെ പറയും? ഡേറ്റ് പറയുവാണ്. മോനെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞേടാ. നിവേദ്യ സി ജെ. ഓക്കെ, അപ്പൊ പറയുമ്പോ ഐ വാസ് ബോൺ. ഐ വാസ് പറഞ്ഞില്ല, ഐ വാസ് ബോൺ. ഓൺ പറയണേ. ഓൺ കഴിഞ്ഞിട്ട് കറക്റ്റ് ഡേറ്റ് പറയണം. ഐ വാസ് ബോൺ ഓൺ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം 6th ജൂലൈ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. കാരണം ഇവിടെ ഡേറ്റ് അല്ലേ, ഡേറ്റിന് മുന്നേ നമുക്ക് ഓൺ ചേർക്കാം. അപ്പൊ സാധാരണ നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ പറയും ക്ലാസ് ഉണ്ട് കേട്ടോ, മൺഡേ തുടങ്ങി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്ന് ടീച്ചേഴ്സ് പറയുമ്പോ എങ്ങനെയാ പറയാറ്? ദ ക്ലാസ് വിൽ സ്റ്റാർട്ട് ഓൺ എന്നാണ് പറയുന്നത് അല്ലെ? ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ എന്നാണ് പറയുന്നത്. അപ്പൊ ഡേറ്റിനും ഡേയ്ക്കും മുന്നിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓൺ യൂസ് ചെയ്യും. വേഗം എഴുതിയെടുത്തോ, വേഗം എഴുതിയെടുത്തോ. യെസ്, ഐ വാസ് ബോൺ ഓൺ മൺഡേ. അടിപൊളി. മൺഡേ, അനുഗ്രഹ മൺഡേ ആണ്. യെസ്. പിന്നെ സാറ് വെറുതെ പറയാം. ഓക്കെ, വേഗം എഴുതിക്കോ കേട്ടോ. ഓൺ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഡേയ്സ് ആൻഡ് ഡേറ്റ്. ഡേ പറയുമ്പോഴും ഡേറ്റ് പറയുമ്പോഴും അതിനു മുന്നിൽ ഓൺ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ചിലപ്പോൾ മാറിപ്പോവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇയറിന് മുന്നിലാണ് ഓണെന്ന് മറക്കരുത്. മന്തിന്റെയും ഇയറിന്റെയും മുന്നിൽ ഇൻ. ഓക്കെ.
ചെറിയ കാര്യമായിട്ടുള്ള ഡേയുടെയും ഡേറ്റിന്റെയും മുന്നിൽ ഓൺ, അതും മാറിപ്പോരുത് കേട്ടാ. യെസ്, നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടി, ഒരൊറ്റ കാര്യം കൂടി നോക്കിയിട്ട് മിസ് നിർത്തുവാണ്. ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു, മിസ് ഇപ്പൊ ഒരെണ്ണം തരണുള്ളൂ. മക്കളെ അറ്റ്, വേഗം ഒന്ന് അറ്റെന്ന് കൂടി ടൈറ്റിൽ കൊടുക്കുക കേട്ടോ. മക്കളെ നിങ്ങൾ കൃത്യമായിട്ട് ടൈം പറയുമ്പോ ഇപ്പൊ പറയാണേ, കൃത്യമായിട്ട് ടൈം പറയുവാണ്. ഓക്കെ, നാളെ ക്ലാസ് ഇത്ര മണിക്കാണ്, 10 മണിക്കാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എക്സാക്ട് ടൈം പറയുമ്പോൾ ടൈമിന് മുന്നിൽ അറ്റ് ചേർക്കണം. To denote an exact point of time. To denote an exact means correct point of time. Correct time പറയുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? അറ്റ് ചേർക്കണം. യെസ്, ഓക്കെ ആണേ. കറക്റ്റ് ടൈം പറയുമ്പോൾ അറ്റ് ചേർക്കണം. അദ്വൈത് എഴുതുന്നുണ്ടോ? അദ്വൈത് എഴുതി കഴിഞ്ഞോ? പറഞ്ഞപ്പോ പേന എടുത്തു. മിസ് ഇപ്പൊ നോട്ട് ചോദിക്കോ കേട്ടോ, നോട്ട് അയക്കാൻ പറയും, നോക്കിക്കോ. യെസ്, കറക്റ്റ് ടൈം പറയുമ്പോ അറ്റ് ചേർക്കണം. ഹി അറൈവ്ഡ് അറ്റ് 6 o'clock, ഷീ സെറ്റ് ഔട്ട് അറ്റ് 7 o'clock. കറക്റ്റ് ടൈം ആണെങ്കിൽ അറ്റ് പറയാം കേട്ടോ. അപ്പൊ ഇത്രയും പ്രിപ്പോസിഷൻ ഇന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇന്ന് പഠിച്ചു, ഓൺ പഠിച്ചു, അറ്റ് പഠിച്ചു. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണെങ്കിൽ ഡബിൾ തംസ് അപ്പ് നേടാ. യെസ്. സാറേ ഒരാളെ വിളിച്ചോ സാറേ. ആദിദേവേ, യെസ്, ഗുഡ് മോർണിംഗ്. മനസ്സിലായോ ഇന്ന് പഠിപ്പിച്ചതൊക്കെ? അതെ, ടൈം കണ്ടോ? എത്ര മണിയായടാ? ഓ മൈ ഗോഡ്, കറക്റ്റ് ടൈം ആണല്ലോ. യെസ്, ക്ലാസ് എത്ര മണിക്കാ കഴിയണ്ടേ? 8 മണി. മക്കളെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ആദിദേവിന്? അടിപൊളിയാണ്. യെസ്, പിക്ചർ മിസ് കാണിക്കും. ഒരു പിക്ചർ മിസ് കാണിക്കും. അതിലെ ഡിഫറൻസ് സ്പോട്ട് ചെയ്യലാണ് ഇന്നത്തെ ടാസ്ക്. നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ല് മിസ് ഒന്ന് നോക്കട്ടെ. യെസ്, ദ പിക്ചർ ഈസ് ഓൺ ദ സ്ക്രീൻ. ഒബ്സർവ് ചെയ്യൂ, നന്നായി ഒബ്സർവ് ചെയ്യൂ. ഒരാള് പറഞ്ഞ ഡിഫറൻസ് വേറൊരാള് പറയാൻ പാടില്ല. ഓക്കെ ആണോ? ഒരുപാട് ഡിഫറൻസ് ആ പിക്ചറിലുണ്ട്. ഒരെണ്ണം കിട്ടിയിട്ട് വെറുതെ ഹാൻഡ് റൈസ് ചെയ്യണ്ട കേട്ടോ. കാരണം എന്താണ്? ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പറഞ്ഞത് പിന്നെ പറയാൻ പാടില്ല. വേഗം വിളിച്ചോ സാറേ. ഒരാളെ വിളിച്ചോ സാറേ. മക്കളെ വേഗം, നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. അപ്പൊ വേഗം ഒരാളെ വിളിക്കാണ് സാർ. ആദ്യം യെസ്, ഐഷ മെഹറിൻ, ഫസ്റ്റ് വൺ. ഐഷ കുട്ടി, ഒരു ഡിഫറൻസ് പറഞ്ഞേടാ. ഐഷക്കുട്ടി, ഐഷക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല. ഇതിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് നോക്കിയേ. ഈ പിക്ചറും ഇപ്പുറത്തെ പിക്ചറും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കിട്ടിയോ? ഓക്കെ, അടുത്ത ആളെ വിളിക്കാം സാറേ. യെസ്, ദീഷ്മ കുട്ടി. പറഞ്ഞോ, വേഗം പറഞ്ഞോ. ഓക്കെ, ദേടാ മക്കളെ, ഡോറിന്റെ കളർ ഒക്കെ ഇവിടെ ബ്ലൂ ആണ്, അവിടെ വേറെ കളറാണ്. അടിപൊളി. അപ്പൊ അത് ഇനി ആരും പറയാൻ പാടില്ല. ഡോറിന്റെ കളർ ഡിഫറൻസ് ഉണ്ട്. യെസ്, അടുത്ത ആളെ വിളിച്ചു. 13 ഡിഫറൻസ് എന്നോ? യെസ്, ഫാത്തിമ ഹെയറിനെ വേഗം പറഞ്ഞോ. പട്ടിയുടെ ബെൽറ്റ്. യെസ്, കോളർ ബെൽറ്റ് നോക്കിയടാ. ഒരെണ്ണം റെഡ്, ഒരെണ്ണം ബ്ലൂ. അടിപൊളി. യെസ്, അടുത്ത ആളെ വിളിച്ചോ സാറേ. ദിയ കുട്ടി, പറഞ്ഞത് പറയാൻ പാടില്ല. അടുത്തത് കണ്ടുപിടിച്ചോട്ടെ നിങ്ങൾ. അടുത്തത് കണ്ടുപിടിച്ചോ. യെസ്, ദിയ കുട്ടി. ഈ ഫ്ലവർ ആണോടാ? ഫ്ലവറിന്റെ കളർ ഡിഫറൻസ് ഉണ്ട്. ഇനി അത് പറയാൻ പറ്റില്ല. അടുത്ത ആളെ വിളിച്ചോ സാറേ. അമീന കുട്ടി. കിളിക്കൂട്. വെരി ഗുഡ്. ഇവിടെ ഒരു കിളിയുടെ ഒരു ഇതുണ്ട്, നെസ്റ്റ് ഉണ്ട്. ഇവിടെ അതില്ല. വെരി ഗുഡ്, കറക്റ്റ് ആണ്. അടുത്ത ആളെ വിളിച്ചോ സാറേ. മരിയ. അടുത്ത ഡിഫറൻസ് കണ്ടുപിടിച്ചോട്ടെ എല്ലാവരും. മരിയ കുട്ടി, അടുത്തത് എന്താ? പറഞ്ഞത് പറയാൻ പാടില്ല കേട്ടോ. വെരി ഗുഡ്. യെസ്, അടിയിലത്തെ ടുലിപ്സിന്റെ അടിയിലത്തെ കളറിന്റെ ഫ്ലവർ. അടിപൊളി കേട്ടോ, അടിപൊളി. യെസ്, അടുത്ത ആളെ വിളിച്ചോ സാറേ. സരുണേ, ഒബ്സർവ് ചെയ്യൂ. അടുത്ത ഡിഫറൻസ് എന്താണ്? ബേർഡിന്റെ കളർ നോക്കിയ ബ്ലൂവും റെഡുമാണ്. അടിപൊളി, സെറ്റ്. അടുത്ത ആളെ വിളിച്ച സാറേ. ആൽവിനോ കുട്ട, എന്താണ് അടുത്ത ഡിഫറൻസ്?
ആൽബിനോ. ആ ഓക്കെ കറക്റ്റ് ആണ്. വിൻഡോയിൽ അവിടെ വ്യത്യാസമുണ്ട്. യെസ്, ഇവിടെ നോക്കിയ 4 ആയിട്ടും ഇവിടെ 3. കറക്റ്റ് ആണ്. വിൻഡോ ഡിഫറൻസ് എന്താ? അടിപൊളി അടിപൊളി. യെസ്. ആ അടുത്ത ഒരാളെ വിളിച്ചു സാറേ. അഭിമന്യു. ആ ഗുഡ് മോർണിംഗ്. എന്താണ് ഡിഫറൻസ്? വെരി ഗുഡ്. ഇവിടെ സണ്ണില്ല. അടിപൊളി 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 ഡിഫറൻസ്. യെസ്. അടുത്ത ആളെ വിളിച്ചോ സാറേ. ജോയലേ. ജോയലേ. ജോയൽ വേഗം അൺമ്യൂട്ട് ചെയ്തോ. ജോയലിന്റെ മുഖം കണ്ടാലും അറിയാം നിനക്ക് കിട്ടിയില്ല അല്ലെ ജോയലേ? കിട്ടിയോ? ആ എന്നാ വേഗം പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ആ യെസ്, ഇവിടെ ഒരു ചിമ്മിനി ഉണ്ട്, ഇവിടെ അതില്ല. കറക്റ്റ് ആണ്. അടിപൊളി അടിപൊളി. യെസ്. നെക്സ്റ്റ് അടുത്ത ആളാരെ വിളിക്കുക. ഓക്കെ ദേവജിത്ത്. ദേവജിത്തേ എന്താണ് ഡിഫറൻസ്? ആ ഗുഡ് മോർണിംഗ്. എന്താണ് ഡിഫറൻസ്? ആ വാട്ടർ ഫൗണ്ടെയിൻ. ഇവിടെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്, ഇവിടെ അതില്ല. കറക്റ്റ് ആണ്. അടിപൊളി അടിപൊളി. ഇനിയുണ്ടോ മക്കളെ? ഇനിയുണ്ടോ? ഇനിയുണ്ട്. ഓക്കെ ഓക്കെ. ഇനി ഉണ്ടല്ലോ. ഉണ്ടോ? 55 ആയി. ഒരാളെയും കൂടി വേണമെങ്കിൽ വിളിക്കും. ശ്രീലക്ഷ്മി കുട്ടി. ആ യെസ് ഗുഡ് മോർണിംഗ്. ഇനി എന്താണ് ഡിഫറൻസ്? ആ എവിടെ എവിടെയുള്ള പ്ലാന്റ്? ആ ആ ഇവിടെ വിൻഡോന്റെ അടിയിലാണോ പറഞ്ഞേ? ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് 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 കറക്റ്റ്. മക്കളെ ഇതേപോലെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ എത്ര ഡിഫറൻസ് കിട്ടിയടാ? ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കിട്ടിയ ഒരു 15 ഡിഫറൻസ് കിട്ടിയ ഒരാൾ കൈവക്കിയടാ. 15 ഡിഫറൻസ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 15 കിട്ടിയിട്ടുണ്ടോ? യെസ്. അതീന്ദ്രക്ക് 15 കിട്ടിയോ? അതീന്ദ്ര അൺമ്യൂട്ട് ചെയ്തേ. കിട്ടിയോ? ഓക്കെ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ മക്കളെ ഇതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇനിയുണ്ട് മിസ്സിന് അറിയാം. ഇനിയുണ്ട്. ക്ലൗഡിൽ വ്യത്യാസമുണ്ട്. പുറകിലുള്ളത് ട്രീ നോക്കിയേ. ഈ ട്രീയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ക്ലൗഡിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലാണ്. 5 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ പടേന്ന് ആൻസർ പറഞ്ഞത്. നമുക്ക് ഇന്ന് അധികം സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും പടേന്ന് പോയത്. കാരണം നമുക്ക് ഡൗട്ടും കൂടി ക്ലിയർ ചെയ്യണം. എടാ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച എനിക്കെല്ലാം കിട്ടി. അടിപൊളി ചൈതന്യ, അടിപൊളി കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ലോവർ ഹാൻഡ് ചെയ്തോ എല്ലാവരും. യെസ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ടോപ്പിക്സ് പ്രിപ്പോസിഷൻ ആണ്. ഇന്നു പഠിച്ചു, ഓൺ പഠിച്ചു, അറ്റു പഠിച്ചു. ഈ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റേസ് ഹാൻഡ് ചെയ്യുകയും സ്റ്റേ ബാക്ക് ചെയ്യുകയും ചെയ്യാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ലെസ് മാർക്ക് ഇല്ലല്ലോ. 5 ബിലോ ആരെങ്കിലും ഇല്ല. ഓക്കെ. അപ്പൊ മക്കളെ അല്ലാത്തവര് വേഗം പോയിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ എന്തോ ഉണ്ടാക്കി വെച്ചതിന്റെ സ്മെല്ല് വരുന്നുണ്ടല്ലേ സാറേ? യെസ്. പല വീടുകളിൽ നിന്ന് നമുക്ക് സ്മെല്ല് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേഗം പോയിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഓക്കെ ബൈ.